എടോ ഒരു ബിസിനസ്സിൽ ആദ്യം വേണ്ടത് റെസ്പോൺസിബിലിറ്റി. ആ, ഉത്തരവാദിത്വം അത് വേണം. അതില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ നിൽക്കരുത്. എന്ത് പ്രശ്നം? എടോ വീറ്റ് പൊറോട്ട ചോദിച്ചാൽ വീറ്റ് പൊറോട്ട കൊടുത്തു വിടണം, അല്ലാതെ നിങ്ങൾ മൈദ പൊറോട്ട അല്ല കൊടുത്തു വിടേണ്ടത്. എടാ മൈദ പൊറോട്ട എനിക്ക് ആ സമയത്ത് കഴിച്ചുകൂടാ. എനിക്ക് ആ സമയത്ത് വീറ്റ് ഗോതമ്പേ കഴിക്കാവൂ. എൻ്റെ ശരീരത്തിന് അതാണ് വേണ്ടത്. നിങ്ങൾ തർക്കിക്കരുതേ. ആ, ഇനി നിങ്ങളെ കടയിൽ നിന്ന് മേടിക്കുന്നില്ല, പ്രശ്നം തീർന്നല്ലോ. ആ, വേണ്ട, നിങ്ങൾ കട കൂട്ടും. ബാക്കി എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഇഡിയറ്റ്, യൂസ്ലെസ്. മറ്റേ വീറ്റ് പൊറോട്ട കൊടുത്തു വിടാ, മൈദ പൊറോട്ട കൊടുത്തു വിടില്ലേ, അവൻ തർക്കിക്കുക എന്നോട്. അതെ, എന്താ ഒരു കാര്യം പറയാനുണ്ട്. എന്താ പറ. ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താ പറയാണ്ടെന്ന് പറഞ്ഞ മണ്ടു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ഞാൻ 100 തിരക്കിന്റെ ഇടയിൽ നിൽക്കുക. സമാധാനായിട്ട് നിങ്ങളൊന്ന് നിക്ക്. എനിക്ക് സമാധാനം വേണ്ടേ? കിട്ടണ്ടേ? പൊറോട്ടയൊക്കെ വലിയ കാര്യം ഞാൻ പറയും. എന്താ നിന്റെ പ്രശ്നം? പറയും. അതെ, മോള് കമ്പൈൻ സ്റ്റഡിക്ക് വന്നല്ലോ ഫ്രണ്ട്. പഠിക്കുന്നില്ലേ? ഉണ്ട്. ആ ഫ്രണ്ട് വന്ന കുട്ടിക്ക് എന്താ കൊടുത്ത്? ജ്യൂസ് വല്ലതും കൊടുത്തോ? കൊടുത്തു, ജ്യൂസ് കൊടുത്തോ? ഓക്കെ, അവര് പഠിക്കട്ടെ. പഠിക്കണത് നല്ലതാണ്. പക്ഷെ ഈ വാതിലൊക്കെ അടച്ചിട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ? മണ്ടു, എന്ത് ബ്ലണ്ടറാണ് പറയണത്? പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടത് കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ. അവരത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ വാതിൽ അടച്ചിരുന്ന് തന്നെ പഠിക്കണം. എന്നാലേ അവർക്ക് ശ്രദ്ധ കിട്ടൂ. അല്ലാതെ ഇവിടെ അച്ഛന്റെ ബഹളവും അതിലിടയ്ക്ക് കിടന്ന് കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? അല്ലാതെ അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാനും ഇങ്ങനെ. അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ പറഞ്ഞു പെൺകുട്ടികൾ ആരും കൂട്ടില്ലേ, ഈ ആൺകുട്ടിയെ വാതിലടച്ചിട്ട് ഇരിക്കുന്നു. മണ്ടു, നീ അച്ഛൻ്റെ കൂടെ കൂടിയിട്ട് പഴയ നൂറ്റാണ്ടിലേക്ക് പോകരുതേ. ഇത് കാലം മാറി. ഇത് കുട്ടികൾ അവർക്കറിയാം, അവർ സേഫാണ്, അവർ സെക്യൂർ ആയിട്ട്, അവർക്കറിയാം അവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്. പ്രത്യേകിച്ച് എൻ്റെ മോള് ജന്മന അതിന് പ്രാപ്തമായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് എനിക്കറിയാം. നിനക്ക് മോളെ വിശ്വാസം ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ മോളെ വിശ്വാസം ഉണ്ട് കേട്ടാ. അവൾക്കറിയാം അവളുടെ കാര്യങ്ങൾ നോക്കാൻ. അവൾ പഠിച്ചോളും നന്നായിട്ട്. നീ ആ മലയിലെ ചിന്താഗതി വിടും. നീ ജനിച്ചു വളർന്ന അവൾ അന്നത്തെ കാലം മാറി. മണ്ടു, കുട്ടികൾ പഠിക്കട്ടെ, അവർ ഫ്രീ ബേർഡ്സ് ആയിട്ട് വിട്. എന്തിനാ ടെൻഷൻ അടിച്ച് പറയാവണത്? ഇതല്ല നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണ്ട. നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട. അവർക്കെല്ലാം ഇൻബോണാണ്. കുട്ടികൾക്കെല്ലാം ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ അങ്ങനെയാണ്. ഇതൊന്നും എത്ര കാര്യം എടുക്കണേ. പോയി എനിക്കൊരു കോഫി എടുക്ക്. അതേ അടുത്ത കഴുത വിളിക്കുന്നു. യെസ്. എടോ ഇഡിയറ്റ്, യൂസ്ലെസ് മരവാഴേ, ഞാൻ പറയുന്ന താനൊന്ന് കേക്ക്. Marimayam.